നമസ്കാരം. ഇന്നത്തെ ക്യാൻഡിലൈറ്റിൽ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം തീരെ നല്ല തകർത്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. അതിലെ നവീൻ അല്ലേ, നവീൻ നമ്മുടെ ധ്യാനാണ് എത്തിയിരിക്കുന്നത്. നവീൻ എന്നുള്ള ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുകയാണ്. ധ്യാന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ എന്താ അവരുടെയൊക്കെ റിവ്യൂസ്. ആദ്യം നമ്മളെ എന്തായാലും മൂവിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ആദ്യം ഫ്രണ്ട്സിന്റെ വകയായിരിക്കും ഒരു റിവ്യൂ ആദ്യം വരിക. അപ്പോൾ ഞാൻ സെക്കൻഡ് മാറ്റ്നി ഷോ കാണുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഫോണൊക്കെ കുറച്ച് സേഫായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കൂടുതലും അപ്പോൾ പിന്നെ ഒരു നല്ല റെസ്പോൺസ് വന്നു തുടങ്ങിയപ്പോൾ ധൈര്യത്തിൽ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എന്ന് വെച്ചാൽ 2 റിവ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് തുടക്കം മുതലേ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വരെ. അപ്പോൾ കുറേ ഫ്രണ്ട്സ് വിളിച്ചു, ഫാമിലിയിൽ നിന്ന് വിളിച്ചു. അപ്പം ആ രീതിയിൽ നല്ല രീതിയിൽ പോസിറ്റീവ്. ഞാനും ഫസ്റ്റ് ഡേ കാണാൻ പോയി, പക്ഷെ ടിക്കറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ടാണ് കാണാൻ പോയത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്തു, നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്, സോ എല്ലാവർക്കും പോകാമെന്നും പറഞ്ഞിട്ട് ആ ഒരു ധൈര്യം. മൂവി കണ്ടപ്പോൾ ആദ്യം പക്ഷെ ഞാൻ കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്കത് മനസ്സിലാകാൻ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ കുറേ റിവ്യൂസ് അങ്ങനെ കേട്ടു. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ അതിനകത്തില്ല. ലാംഗ്വേജിന്റെ പ്രോബ്ലം അതിന് താഴെ അവർ എഴുതുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. പിന്നെ അത് കൂടാതെ നവീന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരു ഫണ്ണി അല്ല, ഒരു കിഡിഷ് ടൈപ്പ് ക്യാരക്ടർ അല്ല, കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പൊ ഈ നവീനുള്ള ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ധ്യാൻ എടുത്തിട്ടുണ്ട്? ധ്യാന്റെ ഫസ്റ്റ് മൂവിയാണിത്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസ് നേരത്തെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ടിട്ട് ഞാനുണ്ട്. സത്യം പറഞ്ഞാൽ 1.5 വർഷം മുന്നേ അതിന്റെ ഒരു പ്രോജക്റ്റ് ആവുന്നത്. തട്ടത്തൻ മറയത് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കസിനാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്, രാകേഷ് മണ്ടോടി. അപ്പോൾ പുള്ളിയും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ തിരയുടെ ബിഗിനിങ് സ്റ്റേജ് തൊട്ടിട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ, ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രോഗ്രഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഇവോൾവ് ആവുന്നത്, അതൊക്കെ തുടക്കം മുതൽ ഈ 1 വർഷത്തിനിടയിൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഡിസ്കഷൻസ് ആയിക്കോട്ടെ, അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രിപ്പറേഷൻസ് എന്ന് വെച്ചാൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ രീതിയിലല്ലാതെ ഞാൻ പ്രിപ്പറേഷൻ അല്ല, ഒരു പ്ലാനിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു പ്ലാനിങ്ങോടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ എത്തുമ്പോൾ അതൊന്നും വരണമെന്നില്ല, വർക്കൗട്ട് ആവില്ല. അതും എൻ്റെ കോസ്റ്റാർ എന്ന് പറഞ്ഞ ശോഭന മാം. അപ്പം ആ ഒരു പ്ലാനിങ്ങോടെ പോയി കഴിഞ്ഞാൽ അവരുടെ മാമിൻ്റെ മുന്നിൽ എത്തുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു അതൊക്കെ വർക്കൗട്ട് ആവുമില്ല. അപ്പൊ ആ രീതിയിൽ ഞാൻ ഒരു പ്ലാനിങ്ങോടും കൂടെ അല്ല ഞാൻ പോയത്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ വിനീതിന്റെ ബ്രദറാണ്. പിന്നെ ഓൾമോസ്റ്റ് ആ ഒരു ക്രൂ തന്നെ എനിക്ക് തോന്നുന്നു ധ്യാൻ വലിയൊരു ന്യൂ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ടില്ല. എൻ്റെ ഓൾമോസ്റ്റ് വിനീതിന്റെ എല്ലാ മൂവീസിലുമുള്ള സെയിം ക്രൂ തന്നെയാണ് ഈ മൂവിയിലും ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വേറെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ശോഭന മാമുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് ഒരു ലക്കായിരുന്നു അല്ലേ, ഫസ്റ്റ് തന്നെ അങ്ങനെ മാമുമായിട്ടുള്ള ഒരു പെയറിങ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സെറ്റിലെ എക്സ്പീരിയൻസ് ഒക്കെ? പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഓൾറെഡി ഒരുമിച്ച് അവരൊരുമിച്ച് ഓൾറെഡി 3-ാമത്തെ പടമാണ്. കാരണം സെയിം യൂണിറ്റ് ആയിരുന്നു, സെയിം ലൈറ്റ് യൂണിറ്റ് ആയിരുന്നു, സെയിം ഇപ്പോൾ ക്യാമറമാൻ ജോമോൻ ജെ ആയിക്കോട്ടെ, പുള്ളി അടിനോട് തട്ടത്തിൻ മരത്തിൽ വർക്ക് ചെയ്തിരുന്നു, ഷാൻ and assistants and associates എല്ലാവരും അവരൊരു സെയിം ടീമാണ്. ഫ്രം ദ സെയിം റിമെയിൻസ് സെയിം എക്സെപ്റ്റ് കാസ്റ്റിംഗ്. അല്ലാതെ മാമും ഞാനും അല്ലാതെ വേറെ ബാക്കി മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ആ ഒരു ജയിലുണ്ട്. അവർ ഓൾറെഡി ആ ഒരു ഇതിൽ തന്നെയാണ് ആ ഒരു ഇതിൽ. അപ്പം ഞാനായിരുന്നു പുതിയൊരു ആൾ സത്യം പറഞ്ഞ മാമും. അപ്പോൾ ആ രീതിയിൽ എനിക്കിവരെ മുന്നേ അറിയാം. കാരണം ഞാൻ തട്ടത്തിൻ മറ സെറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ അടിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പലരെയും എനിക്ക് മുന്നേ കണ്ടിട്ട് പരിചയമുണ്ട്, സംസാരിച്ചിട്ടൊക്കെ വളരെ കുറേ സുഹൃത്തുക്കളുണ്ട് അവരുടെ ഇടയിൽ. അപ്പോൾ ആ രീതിയിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. എനിക്ക് തുടക്കത്തിലൊരു അൺഈസി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ മാമിന്റെ പ്രസൻസ് ആണ്. കാരണം വെച്ചാൽ മാമിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ അത് ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനപ്പുറം എനിക്ക് അതും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ മാം കുറേ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി, സിനിമ ഒഴിച്ച്. ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇങ്ങനെ, മാം സിനിമ ഒഴിച്ച് എനിക്ക് ടിപ്സ് ഒന്നും തന്നിട്ടില്ല. എനിക്ക് ഈ ഇങ്ങനെ എങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് മാം പറഞ്ഞിട്ടില്ല. അപ്പം മാം
പുറമേയുള്ള പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ എന്നെ മാത്രമല്ല ഏട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാമറാമാൻ ആയിക്കോട്ടെ എല്ലാവരെയും മാം ആ ഒരു കംഫർട്ട് ലെവലിൽ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നുള്ളത് അത് മാമിൻ്റെ ഒരു കാരണം ഞങ്ങളെല്ലാവരെയും മാമിനെ ഒരു ഇതിലാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാമിൻ്റെ കൂടെ മാം ഇങ്ങനെ റിയാക്ട് ചെയ്യും, മാം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ലേറ്റ് ആവുന്ന സമയത്ത് മാമിന് ദേഷ്യം വരുമോ, അപ്പോൾ ഷൂട്ട് ലേറ്റ് ആവും ചില ദിവസം നൈറ്റൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ പക്ഷെ മാം വളരെയധികം കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ മാം എല്ലാവരും മാം എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിനോട് വർക്ക് ചെയ്യാന്നതിൽ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മാമിന് ആ എക്സൈറ്റ്മെന്റ് മാമിന്റെ മുഖത്ത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ മാം മാത്രമേ ഉള്ള ഒരു സീനിയർ എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ രീതിയിൽ മാമിനും ആ എക്സൈറ്റ്മെന്റ് കാണാനുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ വളരെയധികം മാം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഒരു ക്ലബിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിലായി. പിന്നെ അതുപോലെ തന്നെ വിനീത് എന്ന് പറയുന്ന ബ്രദറാണ്. ആസ് എ ഡയറക്ടർ ധ്യാൻ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ സെറ്റിലെത്തി കഴിഞ്ഞ ആ ബ്രദർ എന്നുള്ളൊരു സംഭവം ആ കൺസിഡറേഷൻ ആയിട്ട് എനിക്ക് തന്നിട്ടില്ല. സത്യം പറഞ്ഞ ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ പുള്ളി എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പുള്ളിയെ ഒരു ബ്രദർ എന്നുള്ള രീതി തന്നെയാണ്. എന്റെ ബ്രദർ ഡയറക്ടറാണ്. എന്റെ ബ്രദർ ഡയറക്ടറായ ഡയറക്ടറായ ബ്രദർ അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്റെ ബ്രദർ ഡയറക്ടറാണ്. അപ്പൊ പുള്ളീനെ ഞാൻ ആ രീതിയിലേക്കാണ്, അതെന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ ഞാൻ ആ പുള്ളിനെ അതേ രീതിയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ബ്രദറും രണ്ട് ബ്രദേഴ്സും തമ്മിലുള്ള സംഭവം വെച്ചാൽ ഞങ്ങൾക്കിടയിൽ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പുള്ളിക്കും അല്ലെങ്കിൽ പുള്ളി പറയുന്നത് എനിക്കും മനസ്സിലാവുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പില്ലായിരുന്നു. കാരണം തുടക്കം മുതലേ ഞാനുണ്ട്, ഈ പടത്തിൻ്റെ സ്റ്റേജ് പ്രീ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ആ ഒരു ഗ്യാപ്പില്ല. പിന്നെ അത് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഈ മൂവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം എന്തായാലും ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ പലപ്പോഴും അറിയാണ്ട് പോകുന്ന കുറേ അധികം കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ പല പെൺകുട്ടികളും നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ, അപ്പൊ അതൊക്കെ ഈ മൂവിയിലൂടെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞ് പിറ്റേ നമുക്കും നമ്മളും കുറച്ച് ഒന്ന് നെർവസ് ആവാൻ തുടങ്ങി. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പേടി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. മറ്റേ നമുക്ക് അത്രയും അങ്ങോട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ബോധമല്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ സാധാരണ നമ്മളൊരു മൂവി റിലീസായി കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ട് ഒക്കെ വരുന്നുണ്ടെന്ന്. ഇത് നമ്മൾ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ധ്യാൻ നമ്മൾ ട്രയോളജി എന്ന് വെച്ചാൽ അത് മുന്നേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ വളരെ പടം എൻഡ് ചെയ്യുന്ന പോലെ വളരെ അബ്രപ്റ്റ് ആയിട്ടാണ് നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രയോളജി എന്ന് വെച്ചാൽ അതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് മുന്നേ തോന്നിയിരുന്നു, ട്രയോളജി എന്നുള്ളൊരു സംഭവം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വേറൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മൾ അമർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മൾ മാമിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് മൊത്തം സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിന് സ്കോപ്പ് ഉണ്ടെന്ന് അവർക്ക് മുന്നേ തോന്നി. അത് എഴുതി വരുന്നപ്പോഴേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ തിരാറ്റു ഡെഫിനറ്റ് ആയിട്ടും നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് അപ്പോൾ എന്തായാലും ഉണ്ടാവും. ഒരു ഫുള്ളി ഒരു സസ്പെൻസ് ത്രില്ലറാണ്.